ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു. ആർ ശ്രീജിത്ത്, മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകി നീതി കാത്തിരിക്കുകയാണ് നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തലുമായി വന്ന യുവതി. ഇപ്പോൾ പോലീസ് സംഘം പറയുന്നത് എന്താണ്? നേരത്തെ അന്വേഷിച്ച പരാതിയാണ്, കഴമ്പില്ല എന്നുള്ള വാദവുമായി അവർ നിൽക്കുകയാണോ? പോലീസ് സംഘം ഇപ്പോഴും പറയുന്നത് പരാതിക്കാരി പറയുന്ന പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസയോഗ്യമല്ല, അത് പരാതി വിശ്വസനീയമല്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് വരുന്നത്. ഇന്നലെയാണ് സംസ്ഥാന മുഖ്യമന്ത്രിക്കും മറ്റും ഈ പരാതിക്കാരി പരാതി നൽകിയിരിക്കുന്നത്. പൊന്നാനി SHOയ്ക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. ഈ പരാതി ഇനി മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയേക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന പരാതികൾ ഇത്തരത്തിൽ പോലീസിന് പ്രാഥമികമായ പരിശോധനയ്ക്കായി കൈമാറുകയാണ് പതിവ്. ആ പതിവ് ഈ പരാതിയുടെ കാര്യത്തിലും ആവർത്തിച്ചേക്കും. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി അടക്കം സ്വീകരിക്കുന്ന നിലപാടായിരിക്കും ഇനി ഏറെ നിർണായകമാകാൻ പോകുന്നത്. എന്തായാലും താഴെത്തട്ടിൽ നിന്ന് പോലീസ് തലപ്പത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഈ പരാതിക്കാരിക്ക് അനുകൂലമല്ല. പരാതിക്കാരി പറയുന്ന പരാതി വ്യാജമാണ് എന്ന തരത്തിലാണ്, അവർ വിശ്വസനീയമല്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ എല്ലാ തലത്തിൽ നിന്നും ഇവർക്കെതിരെ വരുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ എന്താണ് നടപടി എന്നാണ് ഇനി അറിയാനുള്ളത്. ആ കാര്യങ്ങളിൽ ഉള്ള നിലപാട്, സർക്കാർ നിലപാട് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും വ്യക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 5-ാം തീയതിയാണ്, അതായത് ഇന്നലെയാണ് ഈ പരാതിക്കാരിയായ വനിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊന്നാനി SHOയ്ക്ക് തനിക്കേറ്റ ദുരനുഭവങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന്, ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന്, DYSPയിൽ നിന്നടക്കം തനിക്കേറ്റ ദുരനുഭവങ്ങൾ, അപമാനം, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിശദമായ പരാതി, 2 പേജുള്ള പരാതിയാണ് മുഖ്യമന്ത്രിക്കും കൈമാറിയിരിക്കുന്നത്, മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഈ പരാതിയിന്മേൽ സർക്കാർ ഇനി എന്ത് നടപടിയെടുക്കുമെന്നാണ് അറിയാനുള്ളത്.